ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ മോർണിംഗിലെ റുട്ടീൻസ് ഒന്നും നമ്മൾ കാണിക്കാത്തത് കാരണം ഇന്നൊരു വ്ളോഗ് എടുക്കാനുള്ള ഒരു ഇതിലല്ലായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിവിടെ അമ്മയുടെ തല മസാജ് ചെയ്യായിരുന്നു. എല്ലാ ദിവസവും അമ്മയാണല്ലോ ഞങ്ങൾക്ക് മസാജ് ചെയ്തു തരുന്നത്. അപ്പോൾ അമ്മയുടെ തല ഞാൻ മസാജ് ചെയ്യായിരുന്നു, ഓയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. ഗൈസ്, ഞങ്ങൾ വെയിറ്റ് നോക്കാൻ പോവുകയാണ്. എൻ്റെ വെക്കേഷൻ വെയിറ്റ് എത്രയാണ് നമുക്ക് ഓക്കെ. ഭാവിയെ നമ്മൾ രണ്ടുപേരും 1 കിലോയുടെ വ്യത്യാസം. ഇനി അമ്മ വന്ന് തടിച്ചിരിക്കണല്ലോ. നോക്കൂ, എത്രയായി? 52.1 ഭാവ്യ. ഇനി ഞാന് ഇങ്ങനെ നോക്കി നിൽക്കരുത് കുട്ടി. ഇനി അമ്മ കേറു. കേറ്. ഇനി അമ്മയുടെ ഞങ്ങള് വന്നിട്ടുള്ള സന്തോഷം കൊണ്ടുള്ള വെയിറ്റ് എത്രയാ നോക്കാം. എത്ര അമ്മയുടെ? 59. ഇത് പറ്റില്ല. ഇവിടെ 65 ആവണം. അങ്ങനെ ഞങ്ങൾ വെയിറ്റൊക്കെ നോക്കി വളരെ ഹാപ്പി ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നാജുവിൻ്റെ ഫാമിലി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. അവർ വരുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ നാജുവിന് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പം അതായത് ഞാൻ ദോഹ ഫെസ്റ്റിവൽ സിറ്റി ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ മാത്രം കേട്ടോ, ബാക്കി എല്ലാവരൊക്കെ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദോഹ ഫെസ്റ്റിവൽ. അതൊരു വലിയ മോളാണ്, പടർന്ന് കിടക്കുന്ന ഒരു മോളാണ്. അപ്പോൾ അതിലെ ഇക്കിയാണ് ഞങ്ങൾ തപ്പി നടക്കുന്നത്. അപ്പോൾ ഫൈനലി ഞങ്ങളത് ക്ലിപ്ഞാണോ ഇത്? എനിക്ക് വയ്യ ഇത്ര. എനിക്ക് ഇക്കിയ പോലത്തെ സ്ഥലങ്ങൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പം നമ്മളൊരു ഹോമൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഇപ്പോഴല്ല, നമ്മൾ ഒരു വീടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇതാവശ്യമുണ്ട് അതാവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ പണ്ടൊക്കെ അമ്മമാരിങ്ങനത്തെ ഇതിൽ അവർക്ക് ക്രേസ് ഉള്ളപ്പോൾ നമുക്കത് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ആ സ്റ്റേജിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രോക്കറീസൊക്കെ ഷോപ്പ് ചെയ്യാൻ. ഹസ്കി കൊണ്ടോക്കോ വീട്ടിലേക്ക്. ഇങ്ങനത്തെയൊക്കെ ചട്ടികളും ബോളുകളും കാണാൻ കിട്ടി. 25 രൂപ. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് അല്ലേ? അതിൻ്റെയൊക്കെ ഫോട്ടോകൾ നമ്മുടെ നാട്ടിലെ പറ പോലെ ഉണ്ട്. പറ കുക്കറിന്റെ നമ്മുടെ 5 ലിറ്റർ കുക്കർ ചെടിച്ചട്ടി എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ. ഈ ഫ്ലവർ എന്നും വീക്ക്നെസ്. ഇങ്ങനെ ഓരോ ഫ്ലവർ വെച്ചിട്ട് വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വെച്ച് സ്ഥലം മുടക്ക്. അത് ഒന്നായിട്ടല്ലായിരിക്കും. ഈശ്വര, കാട്ടിൽ നഷ്ടപ്പെട്ടു പോകട്ടെ നിങ്ങളെ. ഗാർഡൻ ഏരിയയിലേക്ക് ഞാൻ ഗാർഡൻ ഏരിയയിലേക്ക് ഇതൊന്നും ഒറിജിനൽ അല്ല ഗൈസ്, ഒറിജിനൽ അല്ല. പക്ഷെ എന്തൊരു ഒറിജിനാലിറ്റി. അതൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സ്. ഇത് ഫേക്കിനെയാണ് ഭംഗി. പക്ഷെ ഇഷ്ടമായത് നമുക്ക് പപ്പേനായിട്ട് ഒരു വട്ടം വരാം മുടിപ്പിക്കാൻ. എന്ത് പറയുന്നു? വിലയോ? ഫോട്ടോ മോഡൽ, ഫോട്ടോഗ്രാഫർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്കിയയിൽ 1-2 വട്ടം ഞാൻ ഇക്കിയ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മയുടെ ഫസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ അമ്മയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രീവിയസ് ക്ലിപ്സിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇക്കിയയിൽ പോകുമ്പോൾ നല്ലൊരു രസമുള്ള പല രീതിയിലുള്ള ഡെക്കോറും സെറ്റിങ്സൊക്കെയാണ്. അപ്പം അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് നമ്മൾ ഖത്തറിലെ ഇക്കിയയിലാണ്, ഞാൻ ജർമ്മനിയിലെ ഇക്കിയയിലാണ്
പോയിട്ടുള്ളത്. അതിന് മുന്നേ ഞാൻ ഇന്ത്യയിൽ ഞാൻ IKEA വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ജർമ്മനി വന്നിട്ടാണ് IKEA വിസിറ്റ് ചെയ്തത്. ഇത് കണ്ടോ, നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു അത്. ഞാൻ എല്ലാ മിററിനും മുന്നിൽ പോയിട്ട് മിറർ വീഡിയോസ് എടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര വേറൊരു ക്രേസുള്ള സാധനം ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് തുടങ്ങിയതാണ് ഈ ബെഡ് ലാംപ്സ്. ഇങ്ങനെ ഈ ലാമ്പ് പോലത്തെ സംഭവങ്ങളില്ല, അത് ഭയങ്കര ഒരു മൂഡ് ലൈറ്റിംഗ് തരുന്ന സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കുറേ കളക്ഷൻസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. അത് ഇങ്ങനെ കുറേ ഇങ്ങനത്തെ പാത്രം അമ്മ അവിടെ അങ്ങനത്തെ ഇത് ഇങ്ങനെ ബിയർ, എനിക്ക് തോന്നുന്നു വൈൻ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സാധനമാണ്. കത്തി അങ്ങനെ ഞങ്ങൾ IKEA സാധനങ്ങൾ മേടിച്ചിട്ട്, ഓ മൈ ഗോഡ്, വണ്ടികളുടെ ഒരു ട്രാഫിക് നമുക്ക് ഇവിടെ നിന്ന് കാണാം. രാത്രിയിലെ ട്രാഫിക് നിങ്ങൾക്ക് കാണെങ്കിൽ ഇത് മനസ്സിലാക്കാം. Last day. ഈ കളി അങ്ങോട്ട് ജർമ്മനിയിട്ട് പോന്ന്. ഇവിടെ നിങ്ങൾ കാണുന്നത് പപ്പ ജോൺസിൻ്റെ പിസ്സ ഓർഡർ ചെയ്യുന്നതാണ്. ഈ നാജിലിൻ്റെ 2 ബ്രദേഴ്സാണ് അവർ. അപ്പം അവർക്ക് ഇഷ്ടമുള്ള പിസ്സ, ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പിസ്സ പപ്പ ജോൺസിൻ്റെ കഴിച്ചില്ല. അപ്പോൾ അവർക്കറിയാം ഏതാണ് ബെസ്റ്റെന്ന്. അങ്ങനെ പിസ്സയും ഓർഡർ ചെയ്ത് ദേ വരുന്നു നാജിൽ പിസ്സയും കൊണ്ട്. ഓക്കെ, ഇന്നത്തെ താരം ഇപ്പോൾ ഫ്ലഷ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. നിങ്ങൾ കണ്ട പോലെ IKEAലൊക്കെ ഒന്ന് പോയിട്ട് എനിക്കും അനിയത്തിക്കും പിന്നെ ഞങ്ങളുടെ കൂടെ വരുന്ന നാജുവും ആണ്. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് തിരിച്ച് ജർമ്മനിലേക്ക് പോകുന്നത്. അപ്പോൾ അവനാണ് കൂടുതൽ സാധനം ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് കുറച്ച്. അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇനി ഇങ്ങനെ ഒരു റൈഡ്, ഇത് ലാസ്റ്റ് റൈഡായിരിക്കും ഖത്തറിൽ ഇങ്ങനെ നമ്മൾ നൈറ്റിൽ ഇങ്ങനെ ഒരു പോകുന്നത്. ഇനി മേ ബി നെക്സ്റ്റ് ടൈം ഖത്തർ വിസിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഐ വാസ് സോക്കിങ് ഇൻ. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് ടാറ്റ ബൈ ബൈ പറയുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. നാജുവിൻ്റെ ഉമ്മ ഭയങ്കര ക്യാമറ ഷൈ പേഴ്സണാണ്, മൊത്തത്തിൽ ഷൈ ആണ്, ക്യാമറ പ്രത്യേകിച്ചും ഷൈ ആണ്. അപ്പോൾ ഭയങ്കര നാണമാണ് ആൾക്ക് ഫോട്ടോ ക്യാമറയൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ. അപ്പോൾ അമ്മ ആ നാണൊക്കെ മാറ്റി ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ പുറത്ത് ഷവർമയും പിടിച്ച് നിൽക്കുകയാണ് ഗൈസ്.
പക്ഷെ പപ്പ ഉള്ളിൽ ഉറങ്ങിയോ ഇല്ലയോ അറിയില്ല. പപ്പയില്ലേ എല്ലാവർക്കും അറിയില്ല. കണ്ണം തുറക്കാൻ പറ്റില്ല പാവം. ഞങ്ങൾ ഇന്ന് പുറത്തൊക്കെ പോയി വന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തതെന്ന്. കാര്യമായിട്ടൊന്നും ഷോപ്പ് ചെയ്തില്ല. ജസ്റ്റ് ഞാൻ ഒരു സാധനം മേടിച്ചു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇത് എനിക്ക് തന്നെ എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ഇത് നമ്മുടെ മൊബൈൽ ഹോൾഡറാണ് ഈ സാധനം. ഇത് ഈ ഗ്യാപ്പിനകത്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എൻഡ്സ് വെച്ചിട്ട് ഇതിനെങ്ങനെ വൈഡാക്കിയിട്ട് നമുക്കിങ്ങനെ ഇത് ഫോണിനെ പ്ലേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കാണാൻ മൂവിയൊക്കെ കാണാൻ പറ്റും. സോ മൊബൈൽ ഹോൾഡറാണിത്. ഇതും പിന്നെ ഞാൻ മേടിച്ചത് ഒരു മാറ്റാണ്. അത് ഒരു ഓഫറിന് അവിടെ കണ്ടു, അപ്പം മേടിച്ചു. അത്രേ ഉള്ളൂ. ഈ 2 സാധനങ്ങളെ ഞങ്ങൾ മേടിച്ചുള്ളൂ. ബാക്കി നാജുവിന് പോകാനുള്ള സാധനങ്ങൾ, കുറച്ച് വെസൽസും യൂട്ടൻസിൽസൊക്കെയാണ് അവൻ മേടിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ഒരു ഇതിൽ പോയി. ഞങ്ങൾക്ക് 1-2 സാധനം, അവന് കുറച്ച് വേറെ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നു. ജസ്റ്റ് അവിടെ എന്തായാലും ആ മോളിൽ പോയി. അപ്പോൾ പോയ സ്ഥിതിക്ക് ആ മോളിലൊന്ന് ജസ്റ്റ് കറങ്ങി അവിടെ നിന്ന് ഞങ്ങളൊരു പിസയും കഴിച്ച് എല്ലാവരും. ആക്ച്വലി നാജുവിനെ നമ്മൾ നല്ല കമ്പനി ഉണ്ട്. അവൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ ആയിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. പക്ഷേ അവൻ്റെ ഉമ്മേനായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആവശ്യത്തിന് പോയപ്പോൾ അങ്ങനെ ഉമ്മേനായിട്ടും ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. അതുകൊണ്ട് പപ്പ ഇവിടെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേനും സമയം രാത്രി 12:30 പപ്പ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇനി ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങാൻ പോവാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി വ്ളോഗൊന്നും ഇനി ഇല്ല. നാളെ ഇനി വ്ളോഗ് ഇടുമെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ലെറ്റ്സ് സീ.